Let's give the people what they want. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബയ്യാറം റിയാക്ഷൻ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, കാരണം നമ്മുടെ ചാനലിനകത്ത് കണ്ട വലിയ രീതിയിലുള്ള റെസ്പോൺസ് ഒന്നും വരാത്തതുകൊണ്ടാണ് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ അടിച്ചു. അത് കാരണമാണ് ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യായിരുന്നത്. കുറച്ച് നാളല്ല, ഒരു 1 വീക്കായി ഇപ്പം വീഡിയോസ് ചെയ്തിട്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മമ്മൂക്കയുടെ പുതിയൊരു ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബസൂക്ക എന്നും പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ട്രെയിലർ കാണാൻ പോകുന്നത്. അപ്പം ട്രെയിലർ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് നമ്മൾ ബെൽ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല. ബെറ്റർ ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. ബെഞ്ചമിൻ, തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നത്. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ ബെഞ്ചമിനോടൊരു ബഹളം. നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സർ. ഓക്കെ. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good and bad. So then who are you? Hey, buddy. Hey, Get what? ready for the game. It's tuxedo time. Every time I pull up in a hockey mask, I'ma put a hater in a body bag. I spit nothing but facts, go get the polygraph. അപ്പൊ പണിയാണ്. 8-2-16 2-16 കൊല്ലം. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. ബസൂക്ക കമ്മിങ് സൂൺ. പോളിസാണ് കേട്ടോ. പോളിസാണ് വന്ന് പോളിസാണ്. മമ്മൂക്കയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ പടം നമ്മൾ ടർബോ ഓൾറെഡി ഞാൻ പടം കണ്ടു. അതിൻ്റെ ഒരു എന്തുവാ ആ സിനിമ കണ്ടതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാരും കാണാൻ താല്പര്യമില്ലായിരുന്നു. കുറച്ച് ആൾക്കാരെ കണ്ടവരും അതേപോലെ കാണാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ടവർ അഭിപ്രായങ്ങൾ താഴെ ഷെയർ ചെയ്യാം. നമ്മുടെ കഴിഞ്ഞു പോയ നമ്മുടെ ടെർബോയ്ക്കകത്ത് അത്യാവശ്യം നല്ലൊരു മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ആ ഒരു പടത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നെങ്കിലും അത്രയും ഒരു ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മമ്മൂക്കയുടെ ആക്ടിങ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു രക്ഷയില്ല. ആ സിനിമ വേറെ ലെവലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ അകത്ത് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രിഫ്റ്റിങ്, അതായത് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഒക്കെ വളരെ ഗംഭീരമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മമ്മൂക്ക അതിൻ്റെ അകത്ത് പറഞ്ഞ ഡയലോഗുണ്ട്, നമ്മൾ ചെയ്യാത്ത വേഷമില്ലാത്ത ഭയന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിര് വരുവാണ്. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ നമ്മളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ റോള്, പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, ഹാൻഡ്സ് ഓഫ്. പറയാതിരിക്കാൻ വാക്കുകളില്ല, പറയാതിരിക്കാം. അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഈ ഒരു സിനിമ വരട്ടെ. ഞാൻ മമ്മൂക്കയുടെ ഒരു ഫാൻ എന്നുപരി മമ്മൂക്കയുടെ ഈ ഒരു സിനിമ കാണാൻ അതിയായ ആകാംക്ഷയിലാണ്. ടർബോ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മമ്മൂക്കയുടെ ഇതിനു മുമ്പ് കാണാത്ത വളരെ ഒരു പ്രസൻസ് ആയിട്ടുള്ളൊരു വേഷമായിട്ട് വരുന്ന സിനിമയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രെയിലറിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അപ്പം എന്തായാലും ഗാങ്സ്റ്റർ ഒരു ഭാവമാണ്
നമ്മുടെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് ഞാൻ വരുവാണെങ്കിൽ, ഇതിലെ ഡയറക്ഷൻ പറയുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ തമിഴിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടർ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ഗൗതം വാസുദേവ് എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം നല്ലൊരു നടനുമാണ്. ഇപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ അദ്ദേഹം ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള വിവരങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റർ ആൻഡ് ഡയറക്ടർ ഡിനോ ഡെന്നീസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഡിനോ ഡെന്നീസ്. അതേപോലെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3-4 പേരുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് വിക്രം മെഹ്റ ഉണ്ട്, അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ആനന്ദ് ഉണ്ട്, അതേപോലെ ഡോൾവിൻ, ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പേര് കേൾക്കുന്നത്, ഡോൾവിൻ കുര്യാക്കോസ് എന്ന് എഴുതിയിട്ടുണ്ട്, അതേപോലെ ജിനു വി അബ്രഹാം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പം 4 പേര് ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് 4 പേരാണ്. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളും ഡീറ്റെയിൽസും എന്താണ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. അതായത് പുതിയ സിനിമയുടെ ട്രെയിലറുകൾ, അതേപോലെ തന്നെ സോങ്സ്, അതേപോലെ സിനിമാ വിശേഷങ്ങൾ. അതാണ് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഗുഡ് ബൈ.